Welcome to Good Hope English Medium School. The tranquil learning atmosphere in tune with nature makes studies at Good Hope a brilliant experience. ജനങ്ങളോടുള്ള നിലപാടിൽ വനപാലകർ മാറ്റം വരുത്തണമെന്ന് AP അനിൽകുമാർ MLA. മൃഗങ്ങളെ വേട്ടയാടും പോലെ ചില ഉദ്യോഗസ്ഥർ ജനങ്ങളെ വേട്ടയാടുന്നുവെന്നും MLA പറഞ്ഞു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ 49ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം നിലമ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എനിക്ക് ഞാൻ പൊതുപ്രവർത്തകരിൽ പലരും പറയാറുണ്ട്, അവർ ചെയ്യുന്ന തെറ്റുകളായിരിക്കും, ഒരു നിലയ്ക്ക് നമ്മൾ അംഗീകരിക്കുന്നില്ല. ആ തെറ്റുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പക്ഷേ അവിടെ നമ്മൾ കാണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിയമം നമുക്കുള്ളത് കൊണ്ട് ഏത് രീതിയിലുമാകാം എന്ന് ചെയ്യുന്ന രീതിയാണ്. വേട്ടയാടുന്നതിന് നിയമം കയ്യിലെടുക്കുമ്പോൾ അവർ വേട്ടയാടുകയും മറ്റു കാടുകളിലേക്ക് അതിക്രമിച്ച് കയറുന്നവരൊക്കെ നിങ്ങൾ നിയമം വെച്ച് നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ നിയമമുണ്ട്, നിയമത്തിനകത്ത് ചെയ്യണം. പക്ഷേ മനുഷ്യർ വീടുകളിൽ പോയി വേട്ടയാടുന്ന സാഹചര്യം. നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ മൃഗങ്ങളെ വേട്ടയാടുന്ന രീതിയിലാണ് ചില കേസുകളിൽ വനപാലകർ ജനങ്ങളെ വേട്ടയാടുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതിനാൽ വനപാലകർ ഈ കാര്യത്തിൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കണം. വേടിനെതിരെ വനം വകുപ്പ് സ്വീകരിച്ച നടപടിയെയും MLA വിമർശിച്ചു. പുലിനഖം യാഥാർത്ഥമാണോ എന്ന് ഉറപ്പുപോലും വരുത്തും മുമ്പാണ് ഈ കലാകാരനെ ജനമധ്യത്തിലൂടെ ചാൾസ് ശോഭരാജിനെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയത്. ഒരു കലാകാരൻ എന്ന പരിഗണന നൽകാതെയാണ് 2.5 ദിവസത്തോളം വനം വകുപ്പ് കസ്റ്റഡിയിൽ വെച്ചതെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന വനപാലകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ചാൾസ് ശോഭരാജിനെ കൊണ്ടുപോകുന്ന പോലെ ഒരു കലാകാരനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോവുക, 2 ദിവസം ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥന്മാർ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് ഇതൊക്കെ ആഘോഷമാക്കി മാറ്റുക, അതൊരു കലാകാരനല്ല. അപ്പം ആ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കില്ല. അപ്പോൾ ഏത് ഉദ്യോഗസ്ഥന്റെ മനസ്സിലും നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് തോന്നുന്നുണ്ടാവും. അദ്ദേഹം കഞ്ചാവ് വലിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമാണ് കേസെടുക്കണം. പക്ഷെ ആ കേസെടുക്കുന്ന വരുന്നത് കഴുത്ത് തൂങ്ങിക്കിടക്കുന്ന പുലിപ്പല്ല് വെച്ച് ഇത് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് പോലും അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് 2 ദിവസം ഫോറസ്റ്റിന്റെ കസ്റ്റഡിയിൽ വാങ്ങി ആഘോഷമാക്കി കൊണ്ടു നടക്കുന്ന എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? വനപാലകരുടെ സുരക്ഷയ്ക്കായുള്ള നടപടികൾ കുറവാണ്. സർക്കാരിന് ഇക്കാര്യത്തിൽ പരിമിതികളുണ്ടെങ്കിലും നിലവിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുകൂടി മെച്ചപ്പെടുത്തണം. ആത്മധൈര്യം മാത്രമാണ് വനപാലകരുടെ സുരക്ഷ എന്നതാണ് അവസ്ഥ. വനപാലകരുടെയും പോലീസുകാരുടെയും അഗ്നിസുരക്ഷാ വിഭാഗത്തിലെ ജീവനക്കാരുടെയും സുരക്ഷയ്ക്കായി സർക്കാർ കൂടുതൽ നടപടികൾ കൈക്കൊള്ളണം. പോലീസ് സേനയിലടക്കം ജീവനക്കാരുടെ ആത്മഹത്യ വർദ്ധിച്ചുവരുന്ന കാര്യവും MLA ചൂണ്ടിക്കാട്ടി. ജില്ലാ പ്രസിഡന്റ് PN സജീവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KA സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി R ദിനേശ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ മേഖലകളിൽ അംഗീകാരം ലഭിച്ചവർക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ കൈമാറുകയും ആദരിക്കലും നടത്തി. നിലമ്പൂർ നോർത്ത് DFO P കാർത്തിക്, സൌത്ത് DFO ധനിക്ലാൽ, സംഘടനാ സംസ്ഥാന ഭാരവാഹികളായ P വിനോദ്, NV സത്യൻ, K ബിജു, K ബീരൻകുട്ടി, PM ശ്രീജിത്ത്, P മുഹമ്മദ് അലി, AK രമേശൻ, P പ്രമോദ് കുമാർ, TS അമൃതരാജ്, റേഞ്ച് ഓഫീസേഴ്സ് പ്രതിനിധി മുബഷിർ P, മുഹമ്മദ് ഫൈസൽ, PM അയ്യൂബ് എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് KP ശ്രീദീപ് അധ്യക്ഷത വഹിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയപ്പും ആദരിക്കൽ ചടങ്ങും നടത്തി. പുതിയ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.